യെഹെസ്കേൽ 3:24. അപ്പോൾ ആത്മാവ് എന്നിൽ വന്നു എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. എസെക്കിയേൽ പ്രവാചകൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവമഹത്വം കണ്ടപ്പോൾ യെഹെസ്കേൽ ഭയന്ന് വിറച്ച് കവിണ്ണു വീണു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനിൽ പ്രവേശിച്ച് അദ്ദേഹത്തിന് നിവർന്നു നിൽക്കുവാനുള്ള ആത്മീയ ബലം നൽകി. പ്രവാചകനിൽ കൂടി ദൈവത്തിന് ചെയ്തെടുക്കുവാനുള്ള കാര്യങ്ങൾ സ്വന്തം ശക്തി കൊണ്ട് പ്രവാചകന് ചെയ്യുവാൻ സാധ്യമല്ല എന്ന് ദൈവത്തിനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവിക ദൗത്യത്തിനായി ബലപ്പെടുത്തുവാനായി പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു. യഥാർത്ഥമായും നമ്മുടെ ജീവിതത്തിൽ തല ഉയർത്തി നിവർന്നു നിൽക്കണമെങ്കിൽ ദൈവാത്മാവിനല്ലാതെ നമുക്ക് സാധ്യമേ അല്ല. നാം പലപ്പോഴും ചിന്തിച്ചേക്കാം, എൻ്റെ കഴിവുകൾ കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട്, എൻ്റെ ഭൗതിക നന്മകൾ കൊണ്ട് ഞാൻ നിവർന്നു നിൽക്കുന്നു എന്ന്. കർത്തൃവേലയിൽ മാത്രമല്ല, ഈ ലോക ജീവിതത്തിലും ദൈവാത്മാവാലല്ലാതെ നമുക്കൊന്നും നന്നായി ചെയ്യുവാൻ സാധ്യമല്ല. ലൂക്കോസ് 13:10-17 വരെ വായിക്കുമ്പോൾ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീയെ നാം കാണുന്നു. 18 വർഷം പ്രകൃതിയുടെ സൗന്ദര്യം കാണുവാൻ സാധിക്കാതെ പോയൊരു സ്ത്രീ, തൻ്റെ ജീവിതത്തിൻ്റെ ഒരു നന്മയും അനുഭവിക്കുവാൻ കഴിയാതെ പോയൊരു സ്ത്രീ. ചികിത്സ ചെയ്ത് കാണാം, പലതും ശ്രമിച്ചു കാണാം, എന്നാൽ ഒന്നിനും ആ രോഗബന്ധനത്തെ അഴിക്കുവാൻ സാധിച്ചില്ല. യേശുക്രിസ്തുവിന് മാത്രമാണ് ആ രോഗബന്ധനത്തെ അഴിച്ച് ആ സ്ത്രീയെ നിവർന്ന് നിൽക്കുമാറാക്കിയത്. പുരോഹിതന്മാർക്കോ ശാസ്ത്രിമാർക്കോ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഏക സത്യ ദൈവത്തിന് മാത്രമാണ് ആ സ്ത്രീയെ രക്ഷിക്കാനായത്, നിവർന്ന് നിൽക്കുമാറാക്കിയത്. യോഹന്നാൻ 5:1-15 വരെ നാം വായിക്കുമ്പോൾ 38 വർഷം രോഗം പിടിച്ച് ബെഥസ്ദ കുളക്കരയിൽ കിടന്ന ഒരു രോഗിയുണ്ടായിരുന്നു. 38 വർഷം കിടന്ന കിടപ്പിൽ കിടന്നിട്ട് അദ്ദേഹത്തെ രക്ഷിക്കുവാൻ ആരും വന്നില്ല. എന്നാൽ യേശു ചെല്ലേണ്ടി വന്നു ആ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാൻ. കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവൻ്റെ കിടക്കയുമെടുത്ത് നടന്നു പോകുവാൻ യേശു സഹായിച്ചു. രോഗികൾക്ക് ഔഷധമല്ല സൗഖ്യം നൽകുന്നത് യേശു കർത്താവാണ്. ദരിദ്രർക്ക് ദാരിദ്ര്യം മാറ്റിക്കൊടുക്കുന്നത് മനുഷ്യനല്ല, സർവശക്തനായ ദൈവമാണ്. ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നത് ഭക്ഷണമല്ല, ദൈവാത്മാവാണ്. അതുകൊണ്ട് നമ്മുടെ സകല ജീവിത സാഹചര്യങ്ങളിലേക്കും ദൈവാത്മാവിനെ ക്ഷണിക്കാം. ദൈവാത്മാവിന് പ്രവർത്തിക്കുവാൻ ഇടം കൊടുക്കാം. ദൈവാത്മാവ് പരാജയത്തെ ജയമാക്കും, നിരാശയെ പ്രത്യാശയാക്കും, തളർച്ചയെ ബലമാക്കും, മരണത്തെ ജീവനാക്കി തീർക്കും. നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ ആത്മാവിൻ്റെ ജ്വലനത്താൽ അഗ്നിജ്വാല പോലെ ശ്രേഷ്ഠകരമായി തീരും. ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ശ്രേഷ്ഠകരമായ ഒരു ക്രിസ്തീയ ജീവിതവും ആത്മീയ ശുശ്രൂഷയും ഞങ്ങൾക്ക് നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.